കരച്ചിലൊക്കെ ഒരു നാടകം പോലെ ഇതില് അമ്മാമൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. പിടികിട്ടാ പുള്ളിയായിട്ട് നിൽക്കാം. ഫുട്ബോൾ കളിക്കാൻ പോവാ, ചെരുപ്പൊക്കെ ഇട്ട് കളിക്കാൻ പോവാ. യാമിക്കുട്ടി ഞങ്ങൾക്ക് ബൂട്ടൊക്കെ മേടിക്കണം. യാമിട്ടിന്റെ കാക്കു എന്നിട്ട് പോയി. കാക്കു എല്ലാരോടും പറഞ്ഞു. അത്താ ജീൻസ് പാന്റ് സാരല്ല ട്ടാ. അതാ പോയി. ഇതാ ഷെഫ്ക്കുട്ടൻ്റെ റൂം കാലിയായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അധികം ഓനിവിടെ ഉണ്ടാവും കേട്ടോ. ഓണെന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കരയൂല സങ്കടപ്പെടൂല എന്നൊക്കെ. കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ വല്ലാതെ നാളെ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് പൊട്ടിപ്പോകില്ല. അങ്ങനെ ഒരു സങ്കടം പറഞ്ഞു നമ്മളും കൂടി എൻ്റെ കരച്ചിൽ ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ വീഡിയോ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ തുറന്നങ്ങോട്ട് കരയും. അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പിടിച്ചങ്ങനെ വെച്ച്. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും മക്കളെ ആഗ്രഹത്തിന് പോയതാണെങ്കിലും ഇഷ്ടത്തോടെ പോയതാണെങ്കിലും ഒക്കെ നമുക്കൊരു ഇടങ്ങാറ് തന്നെയാണ്. മക്കളും നമ്മളെല്ലാവരും നമ്മളൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഒരു സന്തോഷം വേറെ ഇല്ലല്ലോ. പിന്നെ ഓനവിടെ എത്തിയിട്ട് ഓന് ഹാപ്പി. അതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഓരും ഭയങ്കര സങ്കടത്തിലാണ്. അവിടെ എത്തിയിട്ട് അമ്മ ഞാനിവിടെ പെട്ടു എന്നൊക്കെ പറയാന്നെങ്കിൽ നമുക്ക് അതിലേറെ സങ്കടമാക്കാരില്ല. ഇതാ ഓൻ്റെ അൽമാരത്തെ ഷർട്ടൊക്കെ ഈ ഷർട്ട് ഓന് അറിയോ? ഓർമ്മ ഉണ്ടോ ഈ ഷർട്ട് ഏതാണെന്ന്? സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ചില ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവുകരുത്. ഓൻ പെണ്ണുകാണലിന് പോയ ഷർട്ടാണ്. അപ്പോൾ ഓൻ പറഞ്ഞു ആ ഷർട്ട് മാത്രം അവിടെ വെച്ചാളെ ബാക്കി എല്ലാതും എടുത്തോന്ന്. അതേപോലെ ഓൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കോട്ടും ഉണ്ട്. അത് പിന്നെ വേറെ റാക്കിന്റെ മുകളില. അങ്ങനത്തെ കോട്ടുകളൊന്നും പിന്നെ നമ്മൾ ഇടൂലല്ലോ. ഇത് പിന്നെ പോകുമ്പോട്ടെ ടീഷർട്ടാണ് കേട്ടോ. ഞാൻ ഇക്കൊക്കെ പോകുമ്പോൾ ആ ടീഷർട്ട് ഇങ്ങനെ എടുത്തു വെക്കും. എന്നപോലെ ഇതില് ഓൻ്റെ മണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുക. അതുകൊണ്ട് നല്ല പെർഫ്യൂമിൻ്റെ വാസനയാണ്. അവൻ്റെ റൂമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പെർഫ്യൂമിൻ്റെ വാസനയൊക്കെ. അപ്പോൾ ഇതിന് ഓൻ്റെ ഒരു സ്മെല്ല് ഈ ടീഷർട്ടിന്. ഇപ്പോൾ ഈ അലമാറ ഞാനിപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഓലൊക്കെ ഡ്രസ്സുകൾ, അതായത് പട്ടാമ്പിന്ന് എല്ലാവരൊക്കെ വരുമ്പോൾ മുകളിലാണ് ഓലതൊക്കെ വെക്കൽ. അപ്പം ഇനി ഓലതൊക്കെ വെക്കാനും ഇവിടുത്തെ ഉമ്മയൊക്കെ വരുമ്പോൾ ഓലതൊക്കെ വെക്കാനും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെഫ്ക്കുട്ടനെ അവിടുന്ന് വിളിക്കുമ്പോൾ കാണിച്ചു തരണം. അങ്ങനെയൊക്കെ കാണിച്ചു തരണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഓവന് വന്ന സമയത്ത് ഇത് കാണിച്ചു തരാം, അതിലെങ്ങനെയാണ് ഒരു പീസ ഉണ്ടാക്കുക. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് ഓവൻ കിട്ടീനെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എങ്ങനെ പീസ ഉണ്ടാക്കാന്നൊന്നും അറിയില്ല. എനിക്ക് കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പിസ്സ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓവൻ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ ഓവന്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പുതിയ ഓവൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പാകമാണ് കേട്ടോ. ഇത് അഗാരോൻ്റെ ആണ് കേട്ടോ. അഗാരോൻ്റെ മാർവൽ 25 ലിറ്റർ OTG ഓവനാണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം ഒരു ഫാമിലിക്ക് എല്ലാതും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഓവനാണ് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. 25 ലിറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. അതേപോലെ തന്നെ 1600 വാട്ട്സ് ആണ്. ഇത് അതിൻ്റെ കൂടെ ബേക്കിംഗ് ട്രേ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും പാസ്ത അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതാ ഓവൻ റാക്ക് കേട്ടോ. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനും ടോസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് കേട്ടോ. പിന്നെ ഇതാ റൊട്ടിസറി റോഡ്സ് ഉണ്ട് കേട്ടോ. അത് ഫോർക്കോട് കൂടിയിട്ട് നമുക്ക് ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങണത് ഉണ്ടാക്കില്ലേ അതിനും ചിക്കനൊക്കെ ചുടാനും അതിനുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഇങ്ങനെ 2 സാധനം കേട്ടോ. ഇത് നമുക്ക് റൊട്ടിസറി ഇതൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കാനും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ട്രേ ഇങ്ങനെ എടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ യൂസൊക്കെ 1 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് വാറണ്ടി ഒക്കെ രജിസ്റ്റർ ചെയ്യുക. നമ്മളെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനാണ് ഈ ഒരു QR കോഡ്. പിന്നെ ഇത് ഓവൻ്റെ ഫംഗ്ഷൻസുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ 3 ഈസി നോബുകളാണ് കേട്ടോ ഉള്ളത്. ഏറ്റവും മുകളിൽ ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് കേട്ടോ. ഇത് 100 ഡിഗ്രി സെൽഷ്യസ് മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട് കേട്ടോ. ഇത് ഫംഗ്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. അതായത് നമുക്ക് ബേക്ക് ചെയ്യാം എന്തൊക്കെ വേണ്ട. മുകളിലത്തെ കോയിലാണോ ചൂടാവേണ്ടത്, താഴത്തെ 2 കോയിലും ചൂടാണ്, അങ്ങനെയുള്ള ഓപ്ഷൻസുകളാണ് കേട്ടോ. അങ്ങനത്തെ 5 ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് റൊട്ടിസറി ഓപ്ഷൻസുകളും ഉണ്ട്. ഇത് ടൈം കൺട്രോൾ ആണ് കേട്ടോ. ഇതാ 60 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ ഇത് ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിക്കും ചെയ്യും കേട്ടോ. ഇത് വരുന്നത് പവർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് കത്തും. അപ്പോൾ അത് ഈ ഹാൻഡിൽ കണ്ടോ നമുക്ക് കൈ ചൂടാവൊന്നും ചെയ്യൂല. അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഡോറ് ഒരു പ്ലെയിൻ ഗ്ലാസ് ആണത്. പിന്നെ ഇതിന്റെ അകത്ത് ഇതാ ഇവിടെ ആംബർ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. മോട്ടോറൈസ്ഡ് റൊട്ടിസറി
കേട്ടോ. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കുക്കാവും. ഇതിന് താഴെയും മുകളിലുമായിട്ട് 2 ഭാഗത്തും ഈ കമ്പി ഉണ്ട് കേട്ടോ. ഇതാണല്ലോ ചൂടാവണ കമ്പികൾ 4 എണ്ണം അതാ മുകളിലും താഴെയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഓവനിലുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്നത്തെ ഉദ്ഘാടനമായിട്ട് നമുക്ക് പിസ്സ തന്നെ ഉണ്ടാക്കാം. ഞാൻ പിസ്സക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ വേണമെന്നാണ് പറയാം. അപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിക്കും. അപ്പൊ നമുക്ക് ബിസ്മിയൊക്കെ ചെല്ലിട്ട് ഓവൻ ഓണാക്കാം. ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു 10-12 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. എന്നാലും എല്ലായിടും ഒരുപോലെ കുക്കായി വരും. ഇപ്പം നമ്മൾ എന്തെങ്കിലും അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ ആദ്യം ചട്ടി ചൂടായിട്ടല്ലേ മാവ് ഒഴിക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി ചുടുമ്പോൾ ചപ്പാത്തി ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം അതേപോലെ ഈ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എല്ലാവർക്കും അറിയണതന്നെ കാര്യം. അപ്പം ഞാൻ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കട്ടെ. 180 ഡിഗ്രി നമ്മൾ ഈ 10 മിനിറ്റ് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഇത് ഓണാക്കിയപ്പോഴത്തേന് ഇതാ ഇത് കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവൻ്റെ അകത്തുള്ള ലൈറ്റും കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓവൻ പുതിയ ഓവനുകളാകുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്മെല്ലൊക്കെ വരും എന്നൊക്കെ, പുതിയതാണല്ലോ അതുകൊണ്ട്. അപ്പോൾ എന്നപ്പോൾ തന്നെ ചെറിയൊരു പുക പോലെയും വന്നിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് ഫസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അത് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ശരിയാവും ചെയ്തിട്ടോ. മാവ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നത് അതൊന്നും ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, വലിയുള്ളി, തക്കാളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും, കുറച്ച് ഒലീവ് ഓയിലൊക്കെയാണ് കേട്ടോ ഒഴിക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്ത കാരണം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. മൈദ എടുക്കുക, പിന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം, ചിലർ പാലും എടുക്കും കേട്ടോ. അതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൊണ്ട് പൊങ്ങാൻ വെക്കും കേട്ടോ. തുള്ളി പഞ്ചസാര ഇടും. എന്നിട്ട് അങ്ങോട്ട് കുഴച്ച് വെക്കണം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് നേരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊങ്ങി വരും. പിസ്സ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ അത് നല്ല കറക്റ്റായിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തോന്നിയ പോലെ കേട്ടോ ഞാൻ പിസ്സ ഉണ്ടാക്കുക. ഇപ്പം ട്രേയിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ബട്ടറും ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ തടവി കൊടുക്കണേ. ഇപ്പം ഇതിൻ്റെ മുകളിൽ പിസ്സ സോസാണ് കേട്ടോ ഒഴിക്കുക. പക്ഷെ എൻ്റെ അടുത്ത് പിസ്സ സോസ് കഴിഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഞാൻ ഇതാ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഈ ഒരു വെജിറ്റബിൾ ഞാൻ പറഞ്ഞില്ല, റെസിപ്പി പഠിച്ച സമയത്ത് ഞാൻ ഭയങ്കര പക്കയായിട്ട് ഉണ്ടാക്കിയെന്ന് ഇപ്പൊക്കെ തോന്നിയ പോലെയാണ്. അപ്പം അന്ന് കുറച്ച് വലിയ സ്ക്വയർ പീസുകളാണ് കേട്ടോ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കുറച്ച് കുഞ്ഞതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിസ്സ ഇങ്ങനെ കഴിക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ നമുക്ക് കഴിക്കാനും മുറിക്കാനും ഒക്കെ ഈസി ആക്കാം. ചിക്കൻ ഞാൻ ചിലപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാക്കും. അറിയിട്ട ചിക്കൻ, പൊരിച്ച ചിക്കൻ, അൽഫാം ചിക്കൻ, എന്ത് ചിക്കനാണോ ബാലൻസ് ഉള്ളത് ആ ചിക്കനൊക്കെ എടുത്തിട്ട് ഉണ്ടാകും. ചിക്കനും പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുക. അതിന്മേൽ ഒട്ടിപ്പിടിക്കുമല്ലോ, നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. പോലൊക്കെ ഇങ്ങോട്ട് സെറ്റ് ആവും. സാധാരണ പിസ്സയിൽ ഇത് മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ശരിക്കുള്ള പിസ്സ. പക്ഷേ എൻ്റെ പിസ്സ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു സാധനം കേട്ടോ. അതില്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റൂല. പിസ്സ സീസണിങ് കേട്ടോ. ഇത് തന്നെ ആ ഒരു പിസ്സയുടെ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കൊടുക്കുന്നത്. ഇതിൽ ഒറിഗാനോ, പെപ്രിക്ക അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ കൂടിയിട്ട് പിസ്സ സീസണിങ് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെന്തായാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചോളൂ. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിസ്സ ഉണ്ടാക്കാം. പിന്നെ പണ്ടൊക്കെ പിസ്സ ഉണ്ടാക്കുമ്പോൾ മൊസറല്ല ചീസ് മസ്റ്റ് ആയിരുന്നു. അതായത് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ വലിഞ്ഞ് വരുന്ന പിസ്സ. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ചീസാട്ടോ ഉപയോഗിക്കാറ്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു രുചി കിട്ടുക. മറ്റേ അത് ആ വലിവും അതുപോലെ തന്നെ ഉള്ളൂ. പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടില്ല കേട്ടോ. അതാകുമ്പോൾ പിന്നെ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനാദ്യം ഒന്ന് സെറ്റപ്പ് ആക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുക, മുറിക്കുക, വെക്കുക, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഓവന് പ്രീഹീറ്റ് ആയിട്ട് ഓഫ് ആവണം. ഇത് മണിയടി ശബ്ദത്തോടു കൂടി അത് ഓഫ് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാതും ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിൽ കാണും. അപ്പോഴാണ് ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നു പറയും. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും, കാരണം നമ്മളടുത്ത് ഓവൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമുക്കും ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ബെല്ലടിച്ചിട്ടോ. ഇനി നമുക്ക് ഇതിൽ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 250 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ പിസ്സക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ മുകളിലും താഴെയുള്ള ഈ കോയിൽ മുകളിലും താഴെയും ചൂടായിക്കോട്ടെ അല്ലേ. പിന്നെ ഒരു 10 മിനിറ്റാണ് പിസ്സൻ്റെ ടൈം കേട്ടോ കൊടുക്കാറ്. ഞാൻ 10 മിനിറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ബിസ്മിയൊക്കെ ചൊല്ലി വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ ഇതാ നമ്മുടെ പിസ്സ മണിയടി ശബ്ദത്തോടു കൂടി നിന്നിട്ടുണ്ട് കേട്ടോ. നല്ലത് ചൂടാവൂല, നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ട്രേ എടുക്കാം. ഇതാ നമ്മളെ
ആവി പറക്കണ പിസ്സ റെഡിയായി കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ മറ്റേ ചീസും കൂടി ഉണ്ടെങ്കിൽ നമ്മളിതിൽ എടുക്കുമ്പോൾ വലിഞ്ഞൊക്കെ വരും. ഈ ഓവനിൽ നമുക്ക് ചിക്കൻ ടിക്ക, അതേപോലെ ഇങ്ങനെ ഫുൾ ചിക്കൻ ഇങ്ങനെ കറങ്ങണ ചിക്കൻ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ ടിക്ക ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് വീട്ടിൽ തന്നെ ഇനി റെസ്റ്റോറൻറ്റിലത്തെ പോലെ നല്ല അൽഫാമും കറങ്ങണ ചിക്കനൊക്കെ ഉണ്ടാക്കി തിന്നാം. അതേപോലെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. കേക്കിൽ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, എന്നാലും ഞാനതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ കേക്കും കുക്കീസും ബ്രെഡും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഓവന് നല്ല സൂപ്പറാണ് കേട്ടോ. വീട്ടിലത്തെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ബേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അഗാരോൻ്റെ ഈ ഒരു ഓവൻ സൂപ്പർ മോഡലും ഫംഗ്ഷൻസും ഒക്കെ ആണെങ്കിൽ നല്ല സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തന്നില്ലേ. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ വയറ് ഊരിട്ടതിൻ്റെ ശേഷം, എനിക്ക് വയറ് ഊരിടണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പേടിയാണ്. അപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളിത് ഉണങ്ങിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക. വെള്ളം നമ്മൾ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം തുരുമ്പ് പിടിക്കാൻ സാധ്യത ഉണ്ട്. നമ്മുടെ ഓരോ യൂസ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ട്രേ ഒക്കെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് കമ്പിച്ചകിരി എന്നിട്ട് ഉരച്ച് കഴുകരുത് കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലത്തെ ക്ലോത്തൊക്കെ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കാം. ഗ്രില്ലാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കാം. ഇതൊക്കെ കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചാൽ മതി. ഇതിൻ്റെ ഫംഗ്ഷൻസൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഓവൻ വാങ്ങിക്കണം, ഇതുപോലെ പിസ്സൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. ഇതിൻ്റെ റേറ്റ് എത്രയും ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. സ്കൂട്ടിമ്മ പോവാ അമ്മി, നമുക്ക് ചായ കുടിക്കാ. ഇന്ന് 4 മണി ചായക്ക് ഞങ്ങൾക്ക് പിസ്സയും കട്ടൻ ചായയാണ് കേട്ടോ. 4 മണി ചായ നേരത്തെ ചായക്ക് നമ്മൾ വെറുതെ പറയുന്നത്, പക്ഷെ 4 മണി നല്ല 5:15 കഴിക്കുന്ന സമയം. അമ്മിക്കുട്ടി ചായ കുടിക്കാനാ? ഈ ബ്രേക്ക് ടൈം ആയോ? കൈ കഴിക്കട്ടോ, മോളെ കൈയൊന്നും കൊണ്ടുപോകും. കൂട്ടം പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങളൊന്നും ഇവിടെ ചായയൊക്കെ കുടിക്കലുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. സമയം 5:15 ഷെഫ്കൂട്ടൻ ഇന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുകക്കാരി വിളിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും പറഞ്ഞിരുന്നു ഷെഫ് മോൻ വിളിക്കുമ്പോൾ കാണിച്ചു തരുമോ എന്നൊക്കെ. ചായൻ്റെ പന്തൽക്കാരൊക്കെ സാധാരണ ഹാഫ് ടൈം ആയി കഴിഞ്ഞാല് സോഡ, നാരങ്ങ വെള്ളം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെള്ളങ്ങളെല്ലാം കുടിക്കുക. ഞങ്ങൾ കട്ടൻ ചായ കുട്ടിക്ക് പിന്നെ കട്ടൻ ചായ, ഈ പ്രായത്തിലുള്ള മക്കൾക്ക് കട്ടൻ ചായന്റെ ഒരു ആൾക്കാരൊക്കെ പറ്റാത്തതുള്ളൂ ഒഴുക്ക് പാട്ടുള്ളൂ ഉണ്ടാവുക. ഇവിടെ ഇരുന്ന് കുടിക്കുക, ഇവിടെ ഇരുന്ന് കുടിക്കുക. പപ്പ ചോദിച്ചാൽ ഇവിടെ ഇരുന്ന് കുടിച്ചാൽ പറഞ്ഞിരുന്നു കാക്ക ഇങ്ങോട്ട് പോയി. അമ്മേ ഓനെപ്പോഴും ഇങ്ങനെ യാത്ര ഒക്കെ പോകുമല്ലോ, അപ്പൊ അതേപോലെ പൊയ്ക്കാക്കാൻ ഇപ്പൊ വരും, ഇന്ന് വരും, നാളെ വരും, അങ്ങനെ വെച്ചിട്ടൊക്കെ ഓളി ഇരിക്കുന്നുണ്ടാവട്ടെ. ചിലപ്പോഴൊക്കെ റൂമിൽ പോയിട്ട് കാക്കു കാക്കു എന്നൊക്കെ പറയും. ഈ ടീഷർട്ട് ഇട്ടിട്ടേ കാക്കു പറഞ്ഞോ ടീഷർട്ട് ഞാൻ അവിടെ ഊരിട്ടോ, അപ്പൊ എടുത്തിട്ട് പറയാം കാക്കു ടീഷർട്ട് ആർതാ? കാക്കുന്റെ ആമിക്കുട്ടിന്റെ കാക്കുന്റെ കുപ്പായി പപ്പട്ടിക്കണേ.
ഓരോ മൂഡ് ഓഫ് ആയിട്ട് വീഡിയോ എടുക്കാനേ ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഓവൻ്റെ കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഷെഫ്കുട്ടനെ ഈ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരുമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷെഫ്കുട്ടൻ പോയപ്പോൾ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഓരോ വിഷമങ്ങളും, സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ടാന്ന് എനിക്ക് കൂടുതൽ ഓൻ അന്ന് പോയ പോലെ ഒരു വിഷമമായിരുന്നു. അത് പിന്നെ അങ്ങനെയൊക്കെ പോണ ദിവസം നമ്മൾ ആ പോണതിൻ്റെ ആ ഒരു വിഷമത്തിലും ഇതിലുമൊക്കെ ആ സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. പിന്നെ അത് വീഡിയോ ആക്കുമ്പോൾ നമ്മളതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണുകയാണല്ലോ, നമ്മളെ കണ്ണിലും കൂടി അത് കാണുകയാണ്. അതെ അങ്ങനെ. അപ്പം നമ്മളിത് വീഡിയോ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സീന് നമ്മൾ ആ കണ്ണിലുണ്ട് കാണല്ലേ. മറ്റേ നമ്മൾ ആ എല്ലാ സീനും അപ്പോൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ സീന് ഫുള്ള് നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് അതിലേറെ സങ്കടം. ആ വീഡിയോ ഉണ്ടതിൻ്റെ മുന്നേ പറഞ്ഞല്ലോ ഷെഫ്കുട്ടൻ അവിടെ എത്തി, നാളെ വീഡിയോ ആയിട്ട് വരാം, അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ കാക്കുളിക്കും കാക്കു അപ്പൊ ഒരു ജാട കാട്ടല. കാക്കുവിനെ കാണിക്കാനുള്ള കുണികലാണ് ഇതൊക്കെ. കാണുന്നുണ്ട്, കാക്കു കാണുന്നുണ്ട്, ഒക്കെ കാണിച്ചെടുക്കുന്നുണ്ട്. പറയേണ്ട ആവശ്യമല്ല. ഇതിപ്പോ നെയ്ച്ചിട്ടുള്ളൂ. ശരിയായോ പേപ്പറുകളൊക്കെ? ഞങ്ങളിന്ന് പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നു. രക്ഷകര് പറഞ്ഞിരുന്നേ ഇത് വിളിക്കുമ്പോ കാണിച്ചു തരണം. എല്ലാവർക്കും സങ്കടമായി കരഞ്ഞിട്ട് പോയതല്ലേ. അപ്പൊ ഇത് നല്ല ഹാപ്പി ആയിട്ടിരിക്കണോന്ന് കണ്ടോട്ടെ. ഹാപ്പി ഇല്ല, എപ്പോഴും സങ്കടം തന്നെ. അതെ അതല്ലേ പൊലിവ് ആള് മറ്റേ കൊച്ചിൻ അനീഫ് ഇതില് പോണ പോലെയാണ് പോയിരുന്നത്. എന്താ ഇല്ല സാറില്ലേ. പിന്നെ കണ്ടാലും തോന്നും അതായിരുന്നു, ഉള്ളില് സന്തോഷായിരുന്നു. അവിടെ പോയിട്ട് ആൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എന്തായി പാടുന്നോ? ഒന്നിപ്പോ എന്താ അതെല്ലേ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. എന്താ ഓനെന്താ ഫുഡ് ഉണ്ടാക്കണ? അപ്പൊ ഓനക്ക് എന്തായിരുന്നു പണി? അതെ, ഈ ഉണ്ടാക്കൂലേ ഫുഡ്? അവിടെ ഇപ്പൊ എത്ര സമയം? ഉച്ചക്ക് 1 മണിയാവും. ഞങ്ങൾ മരുവായിട്ട് ഉള്ളിലേക്ക് കയറാനായി. ഈ മെയിൻ ആവുമ്പോഴേ ഓളായില്ലേറെ മെയിൻ ആയതാ. ആരുടെ റൂമിന്റെ മുൻഭാഗം ഒന്ന് കാണിച്ചിട്ടാ? അവിടെ ഉണ്ട് ഷെഫ്കുട്ടന്റെ റൂം, അവന്റെ റൂം. ആരൊക്കെ അങ്ങനെ കമന്റിൽ പറഞ്ഞല്ലോ എന്റെ അനിയൻ പോയി, എന്റെ മകന് പോയി എന്നൊക്കെ. അപ്പൊ അയിത്തെ ആരോ ഒരാള് ഷെഫ്കുട്ടന്റെ റൂമിലേക്കാ പോയിക്കുന്നത്. എന്താണ് എന്ത് അജിനാണോ? ആ ശരി. എന്തായാലും ഞാനും അവനോട് ശരിക്കും വിശേഷങ്ങളൊന്നും ചോദിക്കട്ടെ കേട്ടോ. വീഡിയോ ഇവിടെ ഓൺ ആയിട്ട് എടുക്കുമ്പോഴേക്ക് ശരിക്കും ചോദിക്കാൻ പറ്റണില്ല. എടാ നീ എന്നെ ഇട്ട് പോയില്ലടാ. കൊടുത്ത കാക്കൂന് ഓളിപ്പൊന്നല്ലോ, ഓളെന്നൊക്കെ ഇവിടുത്തെ വലിയ ആള്. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇനി യാമിക്കുട്ടിനെ കുളിപ്പിക്കണം. നമുക്ക് ഇന്ന് എന്തൊക്കെ വീഡിയോ എടുക്കാൻ തന്നെ അറിയണില്ല. എന്നിട്ട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉഷാറായിട്ടിട്ട് നല്ല വീഡിയോകളൊക്കെ എടുക്കണം. യാമിക്കുട്ടിയുടെ ഡ്രസ്സ് വെച്ച് ബാസ്ക്കറ്റ് ഇടുന്നതൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അധികം വലിയൊരു സ്റ്റോറേജ് ഒന്നുമില്ല, കണ്ടോ. ഇത്ര വലിപ്പമുള്ളൂ. അത്യാവശ്യം കുപ്പായങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഓരോ സെക്ഷനായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ മടക്കി വെക്കൽ ഭയങ്കര ടാസ്ക്കാണ്. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളല്ല. അപ്പൊ അതിങ്ങനെ ഉണ്ടായിട്ടിടാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഏതായാലും യാമിക്കുട്ടിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കൊണ്ടുപോയി. യാമിക്കുട്ടിക്കൂടെ കിച്ചൺ സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും കാണിച്ചു കൊടുത്താ. അമ്മാമൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്താ. എന്റെ പാത്രങ്ങളൊക്കെ എവിടെ പോയി? അതോടെ കോള വേണ്ട ദീദി മേടിച്ചെടുത്തതാ അല്ലേ. ഈ ഇടക്കള ഇങ്ങനെ ഏറ്റുകൊണ്ട് പോകും. പൂരത്തിന് കച്ചവടക്കാര് പോണ പോലെ പോകണം. പൈപ്പില് വെള്ളമൊക്കെ വരും കേട്ടോ. ഇതിനൊക്കെ കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ചാടും. വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ആകെ വെള്ളം കളിയൊക്കെ ടാമിന്റെ പാത്രങ്ങൾ ഇതൊക്കെ അവിടെ ഞാൻ
ഡ്രസ്സൊക്കെ എടുത്തേക്കും അമ്മ കുളിപ്പിച്ച് തരാം കേട്ടോ, കുളിപ്പിച്ച് സുന്ദരിയാക്കി തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇന്ന് നെബിലോട്ടിയുടെ ഒരു സർപ്രൈസ് വിസിറ്റും കൂടി ഉണ്ടായിട്ടോ. നെബിലോട്ടി ഫിറു ഒക്കെ കുട്ടിക്ക് ഹാപ്പി ആവാനിത്. അപ്പത്തിന് നെബിലാമി വന്ന്, നെബിലാമി കല്യാണത്തിന്റെ ഇതട്ടോ പിടികിട്ടാ പുള്ളിയായിട്ട് നിൽക്കുന്ന കല്യാണ വീഡിയോ ഇടാനുള്ള ആളാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.